നമ്മുടെ ചുറ്റും നോക്കിയാൽ പണമുള്ളവരും ഇല്ലാത്തവരും തമ്മിൽ വലിയ അന്തരം കാണാം, അല്ലെ? ചിലർ വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിക്കുമ്പോൾ മറ്റു ചിലർ ജീവിതത്തിന്റെ രണ്ടറ്റങ്ങളും തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ ഒരുപാട് പാടുപെടുന്നത് കാണാം. പണം നേടുന്നതിന്റെയും അത് നിലനിൽക്കുന്നതിന്റെയും സത്യാവസ്ഥ എന്താണ് എന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. പണം വരുന്ന രീതി മനസ്സിലാക്കിയാൽ പണം എളുപ്പത്തിൽ നേടാമെന്ന് പറയുന്നത് ലോകപ്രശസ്തനായ മോട്ടിവേഷണൽ സ്പീക്കറായ ഡോക്ടർ ജോ ഡിസ്പെൻസയാണ്. പണത്തിന്റെ സൈക്കോളജി എന്നാൽ പണത്തിന് പിന്നാലെ അലയുകയല്ല, പണം നമ്മളിലേക്ക് എത്തിച്ചേരാനുള്ള മാനസികമായ തയ്യാറെടുപ്പുകളിലേക്ക് നമ്മൾ എത്തിച്ചേരുക എന്നതാണെന്ന് ജോ ഡിസ്പെൻസ പറയുന്നു. പണം സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ സ്വാഭാവികമായും പണം എത്തിച്ചേരുന്നു. വളരെ ഗുരുതരമായ ഒരു അപകടത്തിന് ശേഷം ജീവിതത്തിലേക്ക് തിരികെ വന്ന ആളാണ് ഡോക്ടർ ജോ ഡിസ്പെൻസ. തിരിച്ചുവരവ് അസാധ്യമാണെന്ന് കരുതിയപ്പോൾ തന്റെ ഉള്ളിലെ ചിന്താശക്തി ഉപയോഗിച്ച് ശരീരത്തെ സുഖപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. നിരവധി പേർക്ക് ഈ അനുഭവം പറഞ്ഞുകൊടുത്ത് അവർക്ക് പ്രചോദനം നൽകി അദ്ദേഹം ജീവിക്കുന്നു. മനസ്സിന്റെ ശക്തി ഉപയോഗിച്ച് ശരീരത്തിന്റെ ഗുരുതരമായ അവസ്ഥ തരണം ചെയ്തതുപോലെ പണത്തിന്റെ കാര്യത്തിലും അത് സത്യമാണെന്ന് അദ്ദേഹം പറയുന്നു. പൂർണ്ണ ആരോഗ്യമുള്ള ഒരാൾ എങ്ങനെ ചിന്തിക്കുമെന്ന് ആശുപത്രി കിടക്കയിൽ കിടന്നുകൊണ്ട് ചിന്തിച്ചു തുടങ്ങിയപ്പോഴാണ് അദ്ദേഹത്തിന് അപകടാവസ്ഥ തരണം ചെയ്യാൻ കഴിഞ്ഞത്. പണം നേടാൻ വേണ്ടിയും ഈ രീതി ഉപയോഗിക്കാമെന്ന് അദ്ദേഹം പറയുന്നു. അതിനായി ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഒന്നാമതായി, ഞാൻ നാളെ പണക്കാരനായി മാറും എന്ന് ചിന്തിക്കുന്നതിന് പകരം ഒരു പണക്കാരന്റെ മാനസികാവസ്ഥയിലേക്ക് എത്തുക എന്നതാണ് ഏറ്റവും പ്രധാനം. കാരണം പണക്കാരനായി തീരുക എന്നത് സമയമെടുക്കുന്ന കാര്യമാണ്. നമ്മൾ സ്വപ്നത്തിൽ കഴിയുന്നത്ര കാലം സ്വപ്ന സാക്ഷാത്കാരത്തിൽ നിന്നും അകലെയായിരിക്കും. വിദൂരമായ സ്വപ്നത്തിനു വേണ്ടി കാത്തിരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ചിലപ്പോൾ മടുപ്പുണ്ടാക്കും. പക്ഷേ സ്വപ്നം നേടിയ ആളുടെ മാനസിക അവസ്ഥയിൽ കഴിയുമ്പോൾ ആ സാഹചര്യം നടപ്പിലാക്കാനുള്ള അവസരങ്ങൾ പലതരത്തിൽ വന്നു ചേരും. എവിടെയാണോ എത്തിച്ചേരേണ്ടത് അവിടെ എത്തിച്ചേർന്നുവെന്ന് സങ്കല്പിക്കുക. അപ്പോൾ അവസരങ്ങൾ സ്വാഭാവികമായും നമുക്ക് മുന്നിൽ എത്തുന്നതായി കാണാം. താൻ പാതി ദൈവം പാതി എന്ന് നമ്മൾ പറയാറുള്ളത് പോലെ ഇക്കാര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് വിദൂരമായ ഒരു സ്വപ്നത്തെ കാത്തിരിക്കുക എന്നതിന് പകരം സ്വപ്നം സാധിച്ചു കഴിഞ്ഞ മാനസികാവസ്ഥയുമായി ഇപ്പോഴേ താതാത്മ്യം പ്രാപിക്കുക എന്നതാണ്. രണ്ടാമതായി, ഞാൻ ദരിദ്രനാണ് എന്ന് ചിന്തിക്കാതിരിക്കുക. കാരണം കൂടുതൽ സമയം നമ്മൾ ഇല്ലായ്മയിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ, ഇല്ലായ്മയുടെ കണക്ക് നിരത്തുമ്പോൾ നമ്മൾ കൂടുതൽ ദാരിദ്ര്യവും ഇല്ലായ്മയും സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇത് പലർക്കും അറിവില്ലാത്ത കാര്യമാണ്. നാം എന്ത് ചിന്തിക്കുന്നുവോ നാം അതായി തീരുമെന്ന് പറയാറില്ലേ? പണത്തിന്റെ കാര്യത്തിലും ഇത് അക്ഷരം പ്രതി ശരിയാണ്. ദാരിദ്ര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നയാൾക്ക് മുന്നിൽ കൂടുതൽ ദാരിദ്ര്യവും ഇല്ലായ്മയും ഉണ്ടായിക്കൊണ്ടിരിക്കും. നമുക്ക് ഈ സാഹചര്യത്തിൽ നിന്നും പുറത്തു കിടക്കാൻ ഉതകും വിധം പുതിയ ചിന്തകൾ സൃഷ്ടിക്കേണ്ടതുണ്ട്. അതിനനുസരിച്ചുള്ള ചുവടുകൾ വയ്ക്കുക എന്നതാണ് ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത്. ചില ആളുകൾ ഇല്ലാത്തതിന്റെ കണക്കുകൾ കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണാം. അവർ അറിയാതെ തന്നെ ഇല്ലായ്മയും ദാരിദ്ര്യവും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാവിയിൽ ഇത്തരം സാഹചര്യങ്ങളിലേക്ക് അവർ വീണ്ടും എത്തിച്ചേരും. അതിനാൽ ഈ മാനസികാവസ്ഥയിൽ നിന്നും പുറത്തു കടന്ന് സമ്പന്നതയുടെ മാനസികാവസ്ഥയിലേക്ക് വരിക. അപ്പോൾ സംഭവിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പുതിയ ഊർജം പകരും. നാം ഇപ്പോൾ ഇല്ലായ്മയിലായിരിക്കാം, പക്ഷേ നമ്മുടെ കാഴ്ചപ്പാട് മാറുന്നതിനനുസരിച്ച് പുതിയ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും. പ്രകൃതിയിലെ അലിഖിതമായ ഒരു കാര്യമാണിത്. ഇത് മനസ്സിലാക്കേണ്ടതുണ്ട്. മൂന്നാമതായി, നമ്മൾ കൊണ്ടുവരേണ്ട ഒരു പ്രധാന മാറ്റം എന്നത് ഞാൻ ധനം സമ്പാദിക്കാൻ അർഹതയുള്ള ആളാണെന്ന് ചിന്തിക്കാൻ കഴിയുക എന്നതാണ്. നമുക്ക് പണം ഇല്ലാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ധനസ്ഥിതി അത്ര മെച്ചമല്ലാതിരിക്കുമ്പോൾ എനിക്ക് ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ, ധാരാളം പണവും സൗകര്യങ്ങളും പണക്കാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ്, അത്രയും ആഡംബരം എനിക്ക് വേണ്ട, ഞാനൊരു സാധാരണക്കാരനാണ്, എനിക്ക് ഇതൊന്നും പറഞ്ഞിട്ടുള്ളതല്ല, ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞോളാം എന്നെല്ലാമാണ് നമ്മൾ പൊതുവെ നമ്മളെ പഠിപ്പിച്ചു വെച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ കുടുംബം, രക്ഷിതാക്കൾ, നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സാഹചര്യങ്ങൾ എന്നിവയിൽ നിന്നും ലഭിച്ചിട്ടുള്ള അറിവാണ്. അതിനപ്പുറത്തെ സാധ്യത പോലും ചിന്തിക്കാതെ നമ്മൾ ഇക്കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടേത് സാധാരണക്കാരന്റെ മാനസികാവസ്ഥയായി മാറുന്നു. നമ്മളൊരു സാധാരണ ജീവിതം ജീവിക്കുന്നു. ഇതിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മാനസികാവസ്ഥ അനുസരിച്ച് തന്നെയാണ് വീണ്ടും വീണ്ടും സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തുക എന്നതാണ്.
ഞാൻ പാവപ്പെട്ടവനാണ് എന്ന് ചിന്തിക്കുമ്പോൾ, സാധാരണക്കാരനാണ് എന്ന് കരുതുമ്പോൾ, അത്തരം സാഹചര്യങ്ങൾ മാത്രമേ നമുക്ക് മുന്നിൽ വരികയുള്ളൂ എന്ന് മനസ്സിലാക്കുക. അതിനാൽ ഇതുവരെ നമ്മൾ നമ്മളെക്കുറിച്ച് പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ള ട്രാക്കിൽ നിന്നും മാറി പുറത്തു കടക്കുക. എന്തുകൊണ്ട് ഞാൻ പാവപ്പെട്ടവനായി കഴിയണം? സമ്പന്നനാവാൻ എനിക്ക് കഴിയില്ലേ? ധനം നേടാൻ, സമ്പത്തുണ്ടാകാൻ എന്തുകൊണ്ടും യോഗ്യത ഉള്ളവനാണ് ഞാൻ എന്ന ചിന്ത കൊണ്ടുവരേണ്ടതുണ്ട്. ഞാൻ സമ്പത്തിന് അർഹതയുള്ളവനാണെന്ന് നമ്മളെ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞു പഠിപ്പിക്കുക. ദ റിച്ചസ്റ്റ് മാൻ ഇൻ ബാബിലോൺ എന്ന പുസ്തകത്തിന്റെ ഓഡിയോ സംഗ്രഹം ഞാൻ കേട്ടത് കുക്കു FM-ലൂടെയാണ്. ഒരു കാലത്ത് സമ്പന്ന രാജ്യമായിരുന്നു ബാബിലോൺ. ബാബിലോണിൽ ധാരാളം ധനാഢ്യന്മാർ ജീവിച്ചിരുന്നു. ഇവർ എങ്ങനെയാണ് സമ്പത്തുണ്ടാക്കുന്നതും അത് നിലനിർത്തുന്നതും ചെലവഴിക്കുന്നതും എന്ന കാര്യമാണ് ദ റിച്ചസ്റ്റ് മാൻ ഇൻ ബാബിലോൺ എന്ന പുസ്തകത്തിലൂടെ ഗ്രന്ഥകർത്താവ് അവതരിപ്പിക്കുന്ന പണത്തിന്റെ സീക്രട്ട്. പണത്തിന്റെ ഈ രഹസ്യം മനസ്സിലാക്കിയാൽ ആർക്കും പണം സമ്പാദിക്കാനും വലിയ ധനാഢ്യന്മാരായി തീരാനും കഴിയും എന്നാണ് സാമ്പത്തിക വിദഗ്ധരും മോട്ടിവേഷൻ ഗുരുക്കന്മാരും നമ്മെ പഠിപ്പിക്കുന്നത്. നാലാമതായി, ഭാവിയിൽ നമ്മൾ ആയിത്തീരാൻ ആഗ്രഹിക്കുന്ന ധനികനായ വ്യക്തി എങ്ങനെയായിരിക്കുമോ അതിന്റെ കൃത്യമായ ഒരു ചിത്രം നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കുക. അയാളുടെ ചിന്ത എങ്ങനെയുള്ളതായിരിക്കും? അയാൾ പണത്തെക്കുറിച്ച് വേവലാതിപ്പെടുകയില്ല എന്നതാണ് പ്രധാന വിഷയം. കാരണം അയാൾക്ക് പണത്തെ തന്നിലേക്ക് ആകർഷിക്കാനുള്ള മാനസികാവസ്ഥയുണ്ട്. പണത്തെക്കുറിച്ച് വേവലാതി ഇല്ലാതിരിക്കുമ്പോൾ പണത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മളിൽ നിന്നും ഒഴിഞ്ഞു പോകും. എനിക്ക് എന്തെല്ലാമുണ്ട് എന്നൊരു കണക്കെടുപ്പ് മനസ്സിൽ നടത്തുക. ഇതുവരെ എനിക്ക് എന്ത് ഇല്ല എന്ന് ചിന്തിച്ചുവെങ്കിൽ ഇന്നു മുതൽ എനിക്ക് എന്തെല്ലാമുണ്ട് എന്ന് ചിന്തിക്കുക. പുറമേ കാണുന്ന കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ വ്യക്തിത്വത്തിലെ നല്ല കാര്യങ്ങൾ കൂടെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്താം. ഇത്തരം ചിന്തകളിലൂടെ സമ്പന്നത എന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മളെ തന്നെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. ഇനി അഞ്ചാമത്തെ കാര്യം, നമ്മൾ പണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ധനം വരാനുള്ള സാഹചര്യമുണ്ടാകുമെന്ന് പറഞ്ഞല്ലോ. അത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതായത് നമ്മുടെ തലച്ചോറും ശരീരവും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന കാര്യം വ്യക്തമാണല്ലോ. നമ്മുടെ ബുദ്ധിയിൽ ഉണ്ടാകുന്ന ചിന്തകൾ ശരീരത്തെ പോസിറ്റീവായും നെഗറ്റീവായും ബാധിക്കും. നമ്മുടെ മനസ്സ് സമ്പന്നതയിലേക്ക് സഞ്ചരിക്കുമ്പോൾ ശരീരവും അതിനോട് പ്രതികരിക്കും. ഈ ഇരട്ട പ്രവർത്തനം പുറം ലോകത്ത് പ്രതിഫലിക്കപ്പെടും. അത്തരത്തിലാണ് സമ്പന്നതയുടെ പുതിയ സാഹചര്യം നമുക്ക് സജ്ജമാവുക. ഇല്ലായ്മയുടെ ചിന്തകൾ കൊണ്ട് മനസ്സിനെ നിറയ്ക്കുന്നതിന് പകരം സമ്പന്നനായ ഞാൻ എങ്ങനെയായിരിക്കുമെന്ന് ചിന്തിക്കുക. അത് നമ്മുടെ ബുദ്ധിയെയും ശരീരത്തെയും പറഞ്ഞു പഠിപ്പിക്കണം. ബുദ്ധിയിൽ ഉദിക്കുന്ന ഇത്തരം ചിന്തകൾ സ്വാഭാവികമായും നമ്മുടെ ശരീരം സ്വീകരിക്കും. ആറാമതായി, അടുത്ത ഘട്ടമെന്നത് ഇതിന്റെ തുടർച്ചയാണ്. ശരീരവും മനസ്സും ഒരേ രീതിയിലേക്ക് മാറുമ്പോൾ നമുക്ക് ആവശ്യമുള്ള അവസ്ഥ സ്വാഭാവികമായി നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുമെന്ന രഹസ്യം മനസ്സിലാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഈ രഹസ്യം മനസ്സിലായാൽ നമുക്കുള്ളിൽ അത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് നോക്കുക. അല്ലെങ്കിൽ അതിനായുള്ള ചെറിയ ചെറിയ ചുവടുകൾ സ്വീകരിക്കുക. നഷ്ടങ്ങളുടെയും ദുഃഖങ്ങളുടെയും കണക്കുകൾ മനഃപൂർവ്വം അങ്ങ് മാറ്റിവെക്കുക. നല്ല രീതിയിൽ ചിന്തിക്കാൻ മനസ്സിന് പ്രേരണ കൊടുക്കുക. അവസാനമായി, ഇക്കാര്യങ്ങൾ ചെയ്താൽ പണം വരും എന്നല്ല ചിന്തിക്കേണ്ടത്. പകരം പണം വരാനുള്ള മികച്ച അവസരങ്ങൾ നമുക്ക് മുന്നിൽ വരുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. വളരെ പ്രാവർത്തികമായ, പ്രാക്ടിക്കലായ ഈ കാഴ്ചപ്പാടാണ് നമുക്കുള്ളിൽ ഉണ്ടാകേണ്ടത്. ഇങ്ങനെയെല്ലാം ചിന്തിച്ചിട്ടും എനിക്ക് പണം വന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് നിരാശപ്പെടുകയല്ല. പണം വരാനുള്ള അവസരങ്ങൾ നമുക്ക് മുന്നിൽ വരുന്നുണ്ടോ, അഥവാ അവസരങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത്തരം അവസരങ്ങൾ എങ്ങനെ വിനിയോഗിക്കണം എന്ന് ചിന്തിച്ച് മികച്ച പ്രവർത്തന പദ്ധതി അഥവാ ആക്ഷൻ പ്ലാനുമായി മുന്നിട്ടിറങ്ങുക. ഇത്തരം അവസരങ്ങൾക്കായി വളരെ ശ്രദ്ധയോടെ കണ്ണും കാതും തുറന്നിരിക്കുക. നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, ഭാവിയിൽ എപ്പോഴോ സംഭവിക്കുമെന്ന് കരുതുന്ന വിജയത്തിന്റെ സ്വാദ് നമ്മുടെ മനസ്സ് ഇപ്പോഴേ ആസ്വദിക്കുകയാണ്. അങ്ങനെയുള്ളൊരു ചിന്ത മനസ്സിൽ കൊണ്ടുവരുമ്പോൾ മനസ്സും ഒപ്പം ശരീരവും അതിനോട് പ്രതികരിക്കും. ഈ മാറ്റമാണ് ജീവിതത്തിൽ പുതിയ സാഹചര്യങ്ങൾ നമുക്ക് ഒരുക്കിത്തരിക. നിങ്ങൾ ജീവിതത്തിൽ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കരികിലെത്തിക്കുക. ഇപ്പോഴുള്ള നമ്മുടെ വ്യക്തിത്വത്തെ ചിന്തകളിലൂടെ മാറ്റിയെടുക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഇല്ലായ്മയുടെ വ്യക്തിത്വത്തെ മനഃപൂർവ്വം മാറ്റിയെടുത്ത് മനസ്സിൽ സമ്പന്നത കൊണ്ടുവരികയാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതനുസരിച്ചുള്ള മാറ്റം ജീവിതത്തിൽ കാണാൻ കഴിയും. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ വളരെ അഭിമാനം തോന്നും. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു.